നിച്ചിന്റെ പല്ലെന്തേ? നിച്ചിന്റെ കണ്ണെന്തേ? അതാണോടാ. നിച്ചിന്റെ മൂക്കെന്തേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിച്ചൂസിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ ഓർക്കണം നിച്ചൂസിൻ്റെ തന്നെയായിട്ട് നിച്ചൂസ് 4 ദിവസത്തെ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നിച്ചൂസ് എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ നല്ല കുഞ്ഞപ്പം ചുട്ട് കൊടുത്തേക്കാണ് ഈ കാണുന്നത്. ഒരു ഹായ് കൊടുത്തേ. ഹായ് പറ. അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഹായ്. മതി കഴിച്ചോ. അപ്പം കഴിച്ചോ. കുഞ്ഞപ്പം. നിച്ചൂസിനെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര വമ്പം പരിപാടിയാണ് കേട്ടോ. കാരണം അവളൊന്നും കഴിക്കുകയില്ല. അപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് താഴെ പോണ വണ്ടിയുടെയും ബസ്സിൻ്റെയും കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ അച്ചായും മമ്മയൊക്കെയാണ് കൊടുക്കുന്നത്. അതാണ് ശരിക്കും ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുള്ളൂ. അച്ചായും മമ്മയൊക്കെ കാക്കേനെയും പൂച്ചനെയും അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് നടന്നൊക്കെയാണ് കേട്ടോ കഴിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ അവൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ വേണ്ട ഇത് അവളുടെ ഗ്ലാസ്സിൽ അവൾക്ക് പാൽ ചായ തിളപ്പിച്ച് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് കുടിച്ച് കാണിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് കുടിപ്പിക്കുന്നത്. നമ്മൾ കുറച്ചൊക്കെ ആയിട്ട് വീഡിയോകളിലൊക്കെ കുറവായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടേതായ കുറച്ച് തിരക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിച്ചൂസിൻ്റെ പഴയ വീഡിയോസൊക്കെ ഞാൻ ഫോണിൽ കാണുമായിരുന്നു കേട്ടോ. കാണുമായിരുന്നല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് നിച്ചൂസിൻ്റെ വീഡിയോസാണ്. പഴയ ചുമ്മാരിക്കുമ്പോൾ നമ്മുടെ ചാനലെടുത്ത് നോക്കുമ്പോൾ കാണുന്നത് നിച്ചൂസിൻ്റെ നൂലുകെട്ടും നിച്ചൂസ് ഉണ്ടായപ്പോൾ നമ്മൾ കുളിപ്പിക്കണേ അന്നൊക്കെ നിച്ചൂസ് പഴയ കുഞ്ഞിതായിരുന്നില്ല. അപ്പോൾ എനിക്കതൊക്കെ ഇപ്പോൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു നിച്ചൂസിന് ഇങ്ങനെ ഡേ ഓർമ്മ എടുത്ത് വെച്ചേക്കാം, പിന്നാണെങ്കിലും കാണുമ്പോൾ രസമാണല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡേ എടുക്കണേ. അപ്പോൾ അങ്ങനെ നിച്ചൂസിന് ഞാൻ തൻ്റെ പാത്രത്തിൽ ഇങ്ങനെ അപ്പമൊക്കെ ഇട്ട് കൊടുത്ത് അവൾ കളിക്കണം കേട്ടോ. അത് കാരണം എന്നാലാണ് എനിക്ക് എന്തെങ്കിലും അടുക്കളയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ അവളെ എങ്ങനെ അടുക്കളയിൽ ഇരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അത് മൊത്തം കളിച്ചവിടെ മൊത്തം നാശവശമാക്കും. അത് കഴിഞ്ഞ് പിന്നെ അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്യലാണ് പരിപാടി. പിന്നെ അതങ്ങനത്തെ ഞങ്ങൾ പാട്ട് പാടി ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. പിന്നെ താഴെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അവളാണെങ്കിൽ അവിടെ ഇരുന്നൊരു കുഴമ്പോ എന്തോ എടുത്ത് ഇങ്ങനെ കയ്യിൽ പറ്റുന്നതായിട്ട് കാണിച്ചിട്ട് എണ്ണ തേക്കണം എനിക്ക് തേച്ച് കൊടുക്കണേ കാണുന്നിട്ട് പോയി കുളിച്ചോണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ കാണുന്നത്. എന്നാണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിച്ചൂസ് വേണ്ട ഞാൻ തലയൊക്കെ നിറച്ച് എണ്ണയൊക്കെ തേച്ച് കൺമശയൊക്കെ കളഞ്ഞ് നിച്ചൂസ് കുളിക്കാൻ പോകുവാണ്. നിച്ചൂസ് കുറച്ച് മുമ്പ് കയറി വന്നോളൂ. താഴത്തുനിന്ന് മമ്മിയുടെ അടുത്തായിരുന്നു. കുളിക്കാൻ പോവാണോ? എവിടെയാ പോണേ കുളിക്കാൻ? എന്നാ പൊക്കോ. നിച്ചൂസ് എല്ലാം ഉറക്കമാണ്. നിച്ചൂസ് ഉറങ്ങിയപ്പോഴത്തേക്കും ഞാൻ നിച്ചൂസിനെ തൻ്റെ അടുത്ത് ആത്മഹത്യ വന്നിട്ടുണ്ട്. എഴുന്നേൽക്കുമ്പോൾ നിച്ചൂസിനെ കാണിച്ചു കൊടുക്കാം. നിച്ചൂസ് എന്നതാ നോക്കി നിൽക്കുന്നേ? നിച്ചൂസ് മമ്മി തുണി കൊണ്ട് നോക്കുവാണോ? നമുക്ക് തുണി കൊണ്ട് എടുക്കാൻ പോകാം. വാ നമ്മൾ തുണി വെച്ചിട്ടേക്കുവാ. മഴ പെയ്യാം. നിച്ചൂസിന് മമ്മിയുടെ കയ്യിലാക്കിയിട്ട് ഞാൻ പിന്നെ കളർ കാർഡിന് പോയായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴാണ് നിച്ചൂസ് ഞാൻ കുഞ്ഞു വാച്ച് ഉണ്ട്. അപ്പോൾ അച്ചായുടെയൊക്കെ വാച്ച് നന്നാക്കാൻ വേണ്ടി കടയിൽ കയറി ഇപ്പോൾ കണ്ടാണ്ടായി. കുഞ്ഞു വാച്ചിന് 40 രൂപയായിട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓടൊന്നുമില്ല. പക്ഷെ പിള്ളേർക്ക് നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലാണെങ്കിൽ ഏട്ടൻ്റെ വാച്ചൊക്കെ ആണെങ്കിലും നിച്ചൂസ് എടുത്ത് ചുമ്മാ ഇങ്ങനെ കയ്യിലൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ കൊടുത്ത പാടെ അവളത് പാർട്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പിന്നെ തിരിച്ചല്ല അത് കണക്ക് തന്നെ റെഡിയാക്കി വെച്ചു കേട്ടോ. വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നിച്ചൂന് ഇപ്പോഴാണെങ്കിലും മിഠായികളൊന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പം നീ രാവിലെ റീല് കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ടപ്പോൾ അവൾ വായും വിളിച്ചിങ്ങനെ ഇരുന്ന് നമുക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് മിഠായി മേടിച്ച് കൊടുത്തു. അല്ലെങ്കിൽ നിച്ചൂസിന് മിഠായി ഒന്നും കൊടുക്കാറില്ല. പൊട്ടിച്ചേട്ടെ. നിച്ചൂസിന് അമ്മ മിഠായി മേടിച്ചോണ്ട് വന്നു. ഇത് നിച്ചൂസിന് അമ്മ മിഠായി മേടിച്ചോണ്ട് വന്നു. നിച്ചൂസിന് അമ്മ വാച്ച് മേടിച്ചോണ്ട് വന്നു. നിച്ചൂസ് കളഞ്ഞു. വാച്ച് മേടിച്ചോണ്ട് വന്നു. നിച്ചൂസ് കളഞ്ഞു. മിഠായി മേടിച്ചോണ്ട് വന്നു. നിച്ചൂസ് കഴിക്കണോ? ആരാണ്ട് എന്താണ്ടൊക്കെ കുത്തി വരയ്ക്കണ്ടല്ലോ ഇവിടെ. ആരാ അത്? അച്ചാച്ചയാണോ? എന്നാ പുറത്തു പോയാലോ? നിച്ചുന്റെ മുടി എൻ്റെ പോലും. മുടി എൻ്റെ അതാണോ? നിച്ചുന്റെ പല്ലെന്തേ? അതാണോടാ. നിച്ചുന്റെ കണ്ണെന്തേ? അതാണോടാ. നിച്ചുന്റെ മൂക്കെന്തേ? അതാണോടാ. നിച്ചു ഒന്ന് ചിരിച്ചേ.
നിച്ചു ഒന്ന് കരഞ്ഞേ. നിച്ചു എഴുതി പഠിക്കുവാണോ? നിച്ചുന് ഈ മാസം കൂടെ കഴിഞ്ഞ നിച്ചുന് 1.5 വയസ്സാകും. 1.5 വയസ്സാകും. മുട്ടി 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 മുട്ടി. ഞങ്ങളങ്ങനെ കുറേ നേരം ഇനി പിന്നെ ഞങ്ങൾക്ക് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഇങ്ങനെ കുറേ നേരം കളിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും എഴുതിക്കൊണ്ടും നിച്ചു കുത്തി വരച്ചുകൊണ്ടും അമ്മയെ വഴക്കുണ്ടാക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. അയ്യോ നിച്ചുന്റെ ഇതാണ് നിച്ചു. അയ്യോ നിച്ചുന്റെ നിച്ചുനെ കാണാനില്ലല്ലോ. ഇതായിരുന്നു നിച്ചു. അച്ഛയുടെ ഒച്ച താഴ്ത്തുന്ന കേട്ടിട്ടാണ്. പക്ഷെ അച്ഛ കേക്കില്ലല്ലോ. അച്ഛ പോയതല്ല. അച്ഛ താഴെ ഉണ്ട്. താഴെ അച്ഛനൊക്കെ ടി വി വെച്ചോണ്ടിരിക്കുക. അപ്പൊ അച്ഛൻ വർത്താനം പറഞ്ഞപ്പോ നിച്ചുവിന് ഇവിടുന്ന് കേൾക്കാം. പക്ഷെ ടി വി വെച്ച കാരണം നിച്ചു വിളിക്കും. അച്ഛക്ക് കേൾക്കാൻ പറ്റില്ല. അച്ഛ കേൾക്കാൻ പറ്റില്ലടാ. കേൾക്കാൻ പറ്റില്ലടാ. നമ്മൾ താഴെ ചെന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. താഴെ ചെല്ലണം. ഇങ്ങോട്ടാ ചക്കപ്പഴം എടുത്ത്. ചക്കപ്പഴം എന്നാ ചക്കപ്പഴം കളഞ്ഞു. സമയം 9:30 കഴിഞ്ഞപ്പോൾ നിച്ചൂസിൻ്റെ സന്ധ്യയൊക്കെ എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. ചൂടാ. മുട്ട പൊഴി നോക്കാട്ടോ. മുട്ട വെച്ച് നോക്കാട്ടോ. അച്ഛാ അച്ഛാ കൊച്ചിന് മുട്ട വെച്ച് നോക്കാട്ടോ. നല്ല ചൂടാട്ടോ. ഞങ്ങൾ ചൂടാറ്റി നോക്കാട്ടോ. ചൂടാണോ? നിച്ചു ഊഞ്ഞാലാടുവാനോ? നിച്ചു ഊഞ്ഞാലാടിക്കൊണ്ട് മുട്ട തിന്നുവാനോ? കാലിച്ചേ അങ്ങനെ കാല് വെള്ളം കൊണ്ടാവോ? നമ്മുടെ എടുക്കില്ല കത്തിലെടുത്ത. കാല് താഴെ വെക്കണം. കഴിക്കും വേട്ടാ. അത് അത് വെച്ച് നിച്ചല്ലേ. അതൊരു പൊന്നല്ലേ. ആമച്ചേരി കാല് താഴ്ന്നു ഞാൻ വെച്ച് അറിയോട്ടെ. വണ്ടി നിർത്ത്. അച്ഛന് കൊച്ചിന് അച്ഛൻ കൊടുക്കാൻ പോവാട്ടോ. അപ്പൊ ഇനി കുറച്ച് നേരം നിച്ചസ് പിന്നെ ഉറക്കാകും. അങ്ങനെ നിച്ചസിന്റെ ഒരു ദിവസം ഇവിടെ കഴിയുകയാണ് ഗേസ്. അച്ഛന് കൊച്ചിന് അച്ഛൻ പോകാട്ടോ. അച്ഛന് കൊച്ചിന് അച്ഛൻ പോകട്ടോ.